കൂട്ടുകാരെ, അരുണിമ മിസ്സാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യവുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ബഹിരാകാശത്തെ കുറിച്ച് പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ വലിയ ഇഷ്ടമാണ് അല്ലേ? അപ്പൊ പരീക്ഷ പേപ്പറിൽ സ്ഥിരമായിട്ട് ഉള്ള ഒരു ചോദ്യമാണ് കൃത്രിമ ഉപഗ്രഹങ്ങളെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ടീച്ചർ ആദ്യമായിട്ട് ചോദിക്കട്ടെ, എന്താണ് ഈ കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃത്രിമ ഉപഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ആരാണ്? നമ്മൾ മനുഷ്യന്മാരാണ് അല്ലെ? സാധാരണ ഓരോ ഗ്രഹങ്ങൾക്കും പ്രകൃതിദത്തമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഉപഗ്രഹം ഉണ്ടാവും. നമ്മൾ അതിനെ നാച്ചുറൽ സാറ്റലൈറ്റ്സ് എന്ന് പറയും അല്ലെ? പക്ഷെ മനുഷ്യന്മാര് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഓരോ തരത്തിലുള്ള ഉപഗ്രഹങ്ങളെ ഡിസൈൻ ചെയ്യാറുണ്ട്. അപ്പൊ അവയാണ് നമ്മൾ കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യൻ വിവിധ ആവശ്യങ്ങൾക്കായി ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപഗ്രഹങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ. റോക്കറ്റുകളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇവ എന്ത് ചെയ്യുക? ബഹിരാകാശത്തേക്ക് അയക്കുക. അപ്പൊ എന്തൊക്കെ ഉപഗ്രഹങ്ങളുടെ പേരുകൾ നിങ്ങൾക്കറിയാം? ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക്, റഷ്യയുടെ സ്പുട്നിക് എന്ന് പറയുന്ന ഉപഗ്രഹമാണ്. നമ്മൾ ഇന്ത്യയും എന്ത് ചെയ്തിട്ടുണ്ട്? ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാറുണ്ട് അല്ലെ? ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം എന്ന് പറയുന്നത് ആര്യഭട്ടയാണ്. പിന്നീട് നമ്മൾ ഭാസ്കര എന്ന് പറയുന്ന മറ്റൊരു ഉപഗ്രഹവും കൂടെ അയച്ചു. ഇന്ന് നോക്കുമ്പോൾ അല്ലെ, നമ്മൾ ഒരുപാട് ഉപഗ്രഹങ്ങൾ നമ്മൾ ഇന്ന് ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ ആവശ്യങ്ങൾ അല്ലെ, എന്തൊക്കെ ആവശ്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾ അയക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായത് എന്ന് ചോദിക്കാറുണ്ട് അല്ലെ? എന്തൊക്കെ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് അയക്കുന്നത് എന്ന് നിരവധി പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നോക്കിക്കോ നിങ്ങള്, ആര്യഭട്ട, എജുസാറ്റ്, ഇൻസാറ്റ് ആർ സം ഓഫ് ദ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യ. അപ്പൊ എന്തൊക്കെയാണ് ഇവരുടെ ഈ ഒരു വേരിയസ് പർപ്പസസ് അല്ലെ? കൃത്രിമ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാനുള്ള വേരിയസ് പർപ്പസസ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു 4 പഠിച്ചു വെക്കാം അല്ലെ? ആദ്യത്തേത് എന്താണ്? വാർത്താവിനിമയം അഥവാ കമ്മ്യൂണിക്കേഷൻ അല്ലെ? കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യണം? കോൾ ചെയ്യണം അല്ലെ? നമ്മൾ ഇനി ഇതേപോലെ തന്നെ എന്ത് ചെയ്യാറുണ്ട്? വീഡിയോ കോൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർനെറ്റ് ഉപയോഗിക്കാറില്ലേ? ഇതിനൊക്കെ എന്താണ് കാരണം? ഇതിനൊക്കെ പിന്നെ ആരാണുള്ളത്? ഈ പറയുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് അല്ലെ? പിന്നെ എന്താണ്? കാലാവസ്ഥ പ്രവചനം. അതായത് എന്ത് ചെയ്യണം? കാലാവസ്ഥകൾ പ്രവചിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇനിയിപ്പോ നമ്മൾ കടലിലേക്ക് പോകുന്ന സമയത്ത് അല്ലെ, വലിയൊരു കൊടുങ്കാറ്റ് വരികയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പേമാരി വരികയാണെന്ന് വിചാരിക്കുക അല്ലെ? ആളുകളൊക്കെ എന്ത് ചെയ്യും? മത്സ്യബന്ധനത്തിന് പോയ ആളുകളൊക്കെ കുടുങ്ങി പോവത്തില്ലേ? പക്ഷെ നമുക്ക് ഈ കാലാവസ്ഥ മുൻകൂട്ടി പ്രവചിക്കാൻ സാധിച്ചാൽ അത് വലിയൊരു ഗുണമല്ലേ? യെസ്. അപ്പൊ അതുപോലെ കാലാവസ്ഥാ പ്രവചനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കടലിൽ പോകുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമല്ല അല്ലെ, നമ്മൾക്കും ഉപകാരപ്പെടും അല്ലെ? നല്ല മഴ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുങ്കാറ്റ് വരുന്നുണ്ട് എന്നൊക്കെ നേരത്തെ അറിഞ്ഞാൽ നമുക്ക് വേഗം രക്ഷപ്പെടാൻ പറ്റത്തില്ലേ? അതുവഴി എന്ത് ചെയ്യാം? അപകട നിരക്ക് കുറച്ചുകൂടെ? യെസ്, പറ്റും. അടുത്തത് എന്താണ്? ഗതാഗതം അല്ലെ? ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ട്. ഇത് നമ്മൾ എല്ലാവരും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യമാണ് അല്ലെ? നമ്മൾ എല്ലാവരും ഗൂഗിൾ മാപ്പിൽ നോക്കി പോകുന്നില്ലേ? യെസ്, പോവാറുണ്ട് അല്ലെ? അതിനും എന്താണ്? ആരാണ് സഹായിക്കുന്നത്? ഈ പറയുന്ന നമ്മുടെ കൃത്രിമ ഉപഗ്രഹങ്ങളാണ് അല്ലെ? മൂന്നാമത് നമ്മള് ഗതാഗതം പഠിച്ചു കഴിഞ്ഞു. ഇനി നാലാമതായിട്ട് നമുക്ക് എന്ത് പറയാം? സ്ഥാന നിർണയം അല്ലെ? ഒബ്ജക്റ്റ് ഐഡന്റിഫിക്കേഷൻ. ഇത് ഏറ്റവും കൂടുതൽ പറയുന്നത് 2 രീതിയിലാണ്. ഒന്നാമത് നമുക്ക് ഭൂമിയിലുള്ള ഭൂവിഭവങ്ങൾ അല്ലെ, മിനറൽസ് ഒക്കെ കൃത്യമായിട്ട് എവിടെയാണ് ഉള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഹായം തേടാറുണ്ട്. മത്സ്യസമ്പത്ത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ കൃത്രിമ ഉപഗ്രഹങ്ങളെ ആശ്രയിക്കാറുണ്ട്. രണ്ടാമത് ഇപ്പൊ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു എന്ന് വിചാരിക്കുക. മക്കള് കേട്ടിട്ടുണ്ടോ? പല റോക്കറ്റുകളും അല്ലെങ്കിൽ പല വിമാനങ്ങളും തകർന്നു വീണത് എവിടെയാണെന്നറിയാതെ ആളുകൾ കുടുങ്ങിപ്പോയൊരവസ്ഥ. അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും തകർന്നു വീണിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിലോ എവിടെയാണ് ഈ സംഭവം നടന്നതെന്ന് നമുക്ക് എന്തിന്റെ സഹായത്തോടെ മനസ്സിലാക്കാം? ഈ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ മനസ്സിലാക്കാം അല്ലെ? അവ ഭൂമിയിൽ നിന്ന് ഒരുപാട് ഉയരത്തിലാണ്. അപ്പൊ ഈ സിഗ്നലുകൾ അല്ലെ കൃത്യമായിട്ട് ഏത് ദിശയിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ കൃത്രിമ ഉപഗ്രഹത്തിന് സാധിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കൃത്രിമ ഉപഗ്രഹങ്ങൾ അയക്കാറുണ്ട് അല്ലെ? പിന്നെ മിലിറ്ററി ആക്ടിവിറ്റീസ്, നാവിഗേഷൻ, എക്സ്പ്ലോർ ദ യൂണിവേഴ്സ് അല്ലെ, പ്രപഞ്ച രഹസ്യങ്ങൾ തേടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായല്ലോ? അപ്പൊ എല്ലാരും എന്ത് ചെയ്യുക? ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ, ബൈ, സീ യു.